വളരെ എളുപ്പത്തിൽ എങ്ങനെ മീൻകറി വെക്കാം എന്നുള്ളതാണ് ഇന്ന് നമ്മുടെ വീഡിയോ. അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് നമ്മളൊരു പാൻ ചൂടാവാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് അല്പം ഓയിൽ ഒഴിച്ചു കൊടുത്തു. ചെറിയുള്ളിയും വെളുത്തുള്ളിയും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അത് നന്നായിട്ടൊന്ന് വഴണ്ട് വരണം. നന്നായിട്ട് വഴണ്ട് വന്നതിന് ശേഷം നമ്മളിതിലേക്ക് 2 തക്കാളി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ഈ ഒരു തക്കാളിയും ചെറിയുള്ളിയൊക്കെ അരച്ച് വെക്കുന്ന കറി ആയതുകൊണ്ട് നല്ലൊരു കൊഴുപ്പാണ്. നമുക്ക് തേങ്ങയോ തേങ്ങാപ്പാലോ ഒന്നും തന്നെ ഇതിലേക്ക് ചേർത്തേണ്ട കാര്യമില്ല. നല്ലൊരു കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള മീൻ കറിയാണ്. 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 സ്പൂൺ മല്ലിപ്പൊടി, അതേപോലെ തന്നെ എരിവിനാവശ്യമായിട്ടുള്ള മുളക് പൊടി. ഞാനിവിടെ 4 സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. ഇവിടെ നല്ല പോലെ എരിവ് വേണം മീൻ കറിക്ക്. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റി ആ പൊടികളുടെ എല്ലാം പച്ച മണം പോകുന്ന വരെ വഴറ്റുക. ഈ സമയം ഞാനിവിടെ കുടംപുളി ഒരു 4 പീസ് എടുത്തിട്ട് വെള്ളത്തിലിട്ട് സോക്ക് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനി ഈ ഉള്ളിയൊക്കെ നമുക്കൊരു മിക്സി ജാറിലിട്ട് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കാം. പാൻ ചൂടാവാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പാനിൽ എണ്ണ ഒഴിച്ച് ചൂടായതിന് ശേഷം നമ്മൾ ഉലുവയിട്ട് പൊട്ടിച്ച് അതിലേക്ക് വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അതിനുശേഷം നമ്മളിവിടെ അരച്ച് വെച്ചിരിക്കുന്ന ഈ ഒരു പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പും വെള്ളവും കൂടി ആഡ് ചെയ്ത് നമ്മൾ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുള്ള പുളി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് തിള വരുന്നവരെ വെയിറ്റ് ചെയ്യാം. നന്നായിട്ടൊന്ന് തിളച്ചോട്ടെ. ആ പുളിയും ഉപ്പും എല്ലാം കൂടി ആ ഒരു അരപ്പെല്ലാം നന്നായിട്ട് സെറ്റ് ആവട്ടെ. ഒരു 5 മിനിറ്റ് നമുക്ക് അടച്ച് വെച്ച് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മീൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഈ മീനിൻ്റെ പേര് എനിക്കറിയില്ല. നല്ല പോലെ ചിറകൊക്കെ ഉണ്ടായിരുന്നൊരു മീനായിരുന്നു. കാണാൻ മത്തി പോലെ തന്നെ ഉണ്ടായിരുന്നു, എന്നാലും മത്തിയല്ല, ചിറകുള്ളൊരു മീനായിരുന്നു കേട്ടോ. അപ്പോൾ മീനെല്ലാം കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. നല്ല പോലെ കുറുകി വന്നിട്ടുള്ള ഒരു ചാറായിരുന്നു. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇതേപോലെ ചെയ്ത് നോക്കിയത്. പക്ഷേ ടേസ്റ്റ് ഒരു വ്യത്യാസം ഉണ്ടായിരുന്നില്ല. അസാധ്യ ടേസ്റ്റായിരുന്നു. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എനിക്ക് കമൻസ് ആയിട്ട് അറിയിക്കുകയും വേണം. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. വീഡിയോ ആദ്യമായിട്ട് കാണുകയെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ.